Dear students, welcome to MCQ discussions. ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ ബയോളജിയിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷുവൽ റിപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോറൽ പ്രൈമോഡിയം റെഫേഴ്സ് ടു ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. പ്രൈമോഡിയം എന്നുള്ള വേർഡ് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ്. അപ്പോൾ ഒരു പ്ലാന്റിൽ, ആൻജിയോസ്പേർമിക് പ്ലാന്റിൽ ഫ്ലവർ ഏത് പാർട്ടിൽ നിന്നും, ഏത് ബഡിൽ നിന്നും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമോ, ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് ഫ്ലോറൽ പ്രൈമോഡിയം. അങ്ങനെ നോക്കുമ്പോൾ ദ ഫസ്റ്റ് ചോയ്സ് ദാറ്റ് ഡെവലപ്സ് ഇൻ ടു എ ഫ്ലവർ വിച്ച് ഈസ് സീൻ വിത്തിൻ എ ഫ്ലവർ. ഫ്ലവറിൻ്റെ അകത്ത് കാണുന്നതല്ല. ടു വിച്ച് ഫ്ലോറൽ വേർഡ്സ് ആർ അറ്റാച്ച്ഡ്. ഫ്ലോറൽ വേർഡ്സ് നമുക്കറിയാം, ഫ്ലോറൽ വേർഡ്സിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എവിടെയാണ്? തലാമസിലാണ് അല്ലേ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം തുടങ്ങിയ വേർഡ്സിനെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസിലാണ്. സോ അതല്ല ആൻസർ. ഫ്രം വിച്ച് ഫ്ലവർ ഫോർമിംഗ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഫ്ലവർ ഫോർമിംഗ് ഹോർമോൺസിന് പറയുന്ന പേര് ഫ്ലോറിജൻ എന്നാണ്. കോൾഡ് ഫ്ലോറിജൻ. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റർ അല്ല ഫ്ലോറൽ പ്രൈമോഡിയം. സോ ആക്ച്വലി ഫ്ലോറൽ പ്രൈമോഡിയം ദ കറക്റ്റ് മീനിങ് ഈസ് ദാറ്റ് പാർട്ട് ഫ്രം വെയർ എ ഫ്ലവർ ഈസ് ഡെവലപ്പിംഗ്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബൈന്യൂക്ലിയേറ്റ് സെൽസ് ക്യാൻ ബി സീൻ ഇൻ. ബൈന്യൂക്ലിയേറ്റ് മീൻസ് എ സെൽ വിത്ത് ടു ന്യൂക്ലിയസ്. നോർമലി യൂക്കാരിയോട്ടിക് സെൽസിലെല്ലാം ഒരു സെല്ലിൽ ഒരു പ്രോമിനന്റ് ന്യൂക്ലിയസ് മാത്രമേ കാണത്തുള്ളൂ. ദാറ്റ് മീൻസ് മെജോറിറ്റി ഓഫ് സെൽസ് ആർ യൂണിന്യൂക്ലിയേറ്റഡ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് വരുന്ന ഒരു പ്രത്യേകതയാണ്. ആന്തർ ലോബ്സ് നോക്കുന്ന സമയത്ത് ആന്തർ ലോബിനെ കവർ ചെയ്ത് കാണുന്ന 4 ലെയേഴ്സ് ഉണ്ട്. ആൻഡ് ദീസ് ലെയേഴ്സ് ആർ കോൾഡ് ആന്തർ വോൾസ്. നോക്കൂ, ഒരു ആന്തറിനെ കവർ ചെയ്ത് ഏറ്റവും പുറമേ കാണുന്ന ലെയറിന് പറയുന്ന പേര് എപ്പിഡെർമിസ് എന്നാണ്. അതിൻ്റെ തൊട്ടകത്തായിട്ട് മറ്റൊരു ലെയർ കാണും. ദാറ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോത്തീഷ്യം. ഇന്നർമോസ്റ്റ് ലെയർ ഉണ്ട്. ഇന്നർമോസ്റ്റ് ലെയറിന് പറയുന്ന പേര് ടപ്പീറ്റം എന്നാണ്. ആൻഡ് സീൻ ഇൻ ബിറ്റ്വീൻ എൻഡോത്തീഷ്യം ആൻഡ് ടപ്പീറ്റം, ഇടയ്ക്ക് കാണുന്ന ലെയേഴ്സിനെല്ലാം കൂടെ പറയുന്ന പേര് മിഡിൽ ലെയേഴ്സ് എന്നാണ്. ഓക്കെ, ഇതിൽ എപ്പിഡെർമിസ് കാണുന്നത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, എൻഡോത്തീഷ്യത്തിൽ യൂണിന്യൂക്ലിയേറ്റഡ് ആണ്, മിഡിൽ ലെയേഴ്സിൽ കാണുന്ന എല്ലാ സെൽസും യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. പക്ഷേ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടപ്പീറ്റം, ആ ടപ്പീറ്റത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അകത്താണ് മൈക്രോസ്പോർ ഫോമിംഗ് സെൽസ് ആയിട്ടുള്ള കാണുക. മൈക്രോസ്പോർ ഫോർമേഷൻ നടക്കുന്നത് എവിടെയാണ്? അപ്പോൾ ആ മൈക്രോസ്പോർ മദർ സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത് ടപ്പീറ്റൽ സെൽസ് ആണ്. അപ്പോൾ ടപ്പീറ്റൽ സെൽസിൻ്റെ പ്രത്യേകത, ടപ്പീറ്റൽ സെൽസ് ആർ ഹാവിങ് 2 or more cell nucleus will be there in each cell. അതുകൊണ്ട് തന്നെ ബൈന്യൂക്ലിയേറ്റ് സെൽസ് ക്യാൻ ബി സീൻ. എപ്പിഡെർമിസ് അല്ല, എൻഡോത്തീഷ്യം അല്ല, ടപ്പീറ്റമാണ് ആൻസർ. ദെൻ ദർ ഈസ് അനദർ വേർഡ് കോൾഡ് ഇൻഡൈൻ. ഇൻഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിന് 2 എൻവലപ്പുകളുണ്ട്. ഔട്ടർ എൻവലപ്പിനെ എക്സൈൻ എന്നും ഇന്നർ എൻവലപ്പിനെ ഇൻഡൈൻ എന്നും പറയും. നമുക്കറിയാം എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് സ്പോറോപോളനിൻ. ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് പെക്റ്റിനും സെല്ലുലോസും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ബൈന്യൂക്ലിയേറ്റ് സെൽസ് കാണുന്നത് എവിടെയാണ്? ടപ്പീറ്റത്തിലാണ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോസിലൈസേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഈസ് ഡ്യൂ ടു. പോളൻ ഗ്രെയിൻസ് ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഫോസിലായിട്ട് പ്രിസർവ് ചെയ്യണമെങ്കിൽ അവിടെ എളുപ്പത്തിൽ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വേണം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ് പോളൻ ഗ്രെയിൻ. ഒരു പോളൻ ഗ്രെയിൻ നോക്കുമ്പോൾ ആ പോളൻ ഗ്രെയിനെ കവർ ചെയ്തിട്ട് 2 എൻവലപ്പ് കാണും. ദർ ഇസ് എൻ ഔട്ടർ എൻവലപ്പ് ആൻഡ് ഇന്നർ എൻവലപ്പ്. ഓക്കെ ആണോ? ദിസ് വിൽ ബി ദ പോളൻ ഗ്രെയിൻ. ഞാൻ ഡയഗ്രമാറ്റിക്കാനായിട്ട് വരയ്ക്കുക. ഇതിൻ്റെ ഔട്ടർ എൻവലപ്പിന് പറയുന്ന പേര് എക്സൈൻ. ഇന്നർ എൻവലപ്പിന് പറയുന്ന പേര് ഇൻഡൈൻ. ഈ എക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോറോപോളനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൊണ്ടാണ്. ദ നോൺ കൊറോസീവ് കെമിക്കൽ. പക്ഷേ ഇന്ത്യയിൽ കാണുന്നത് പെക്റ്റിനും സെല്ലുലോസുമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ സ്പോറോപോളനിൻ ഇൻ ഇൻഡൈൻ, ആ ചോയ്സ് നമുക്ക് വെട്ടിക്കളയാം. പെക്റ്റോ സെല്ലുലോസിൻ എക്സൈൻ, അതും വെട്ടിക്കളയാം, കാരണം അവിടെ അല്ല വരുന്നത്. പക്ഷേ ആദ്യത്തെ 2 ചോയ്സ് കറക്റ്റാണ്. സ്പോറോപോളനിൻ എക്സൈനിലാണ് കാണുക, പെക്ടോസെല്ലോസ് ഇൻഡൈനിലാണ് കാണുക. പക്ഷേ ഫോസിലൈസേഷന് കാരണം ഏതാണ്? റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആയിട്ടുള്ള എക്സൈനിലുള്ള സ്പോറോപോളനിനാണ്. സോ ഫോസിലൈസേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്പോറോപോളനിൻ ഇൻ എക്സൈൻ. സോ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജനറേറ്റീവ് സെൽ പ്രൊഡ്യൂസസ്. ഇതും പോളൻ ഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു പോളൻ ഗ്രെയിൻ നോക്കുമ്പോൾ പോളൻ ഗ്രെയിനിൽ രണ്ട് പ്രധാനപ്പെട്ട സെൽസ് ആണ് കാണുക. 2 സെൽഡ് സ്റ്റേജിൽ ഒരു വലിയ സെല്ല് കാണും. ദാറ്റ് സെൽ ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് സെൽ, ന്യൂട്രീറ്റീവ് സെല്ലാണ്. ഒരു ചെറിയ സെല്ല് കാണും. ദാറ്റ് സെൽ ഈസ് കോൾഡ് ജനറേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ. ദിസ് ഈസ് എ 2 സെൽഡ് സ്റ്റേജ് ഓഫ് ദ പോളൻ ഗ്രെയിൻ. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ ആണ്. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് പ്രൊഡ്യൂസിങ് 2 മൈക്രോഗാമീറ്റ്സ്. മൈക്രോഗാമീറ്റിനെ ജനറേറ്റ് ചെയ്യുന്ന സെൽ ആയതുകൊണ്ടാണ് ജനറേറ്റീവ് സെൽ എന്ത് പേര് കൊടുത്തിരിക്കുക? ജനറേറ്റീവ് സെൽ. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, വെജിറ്റേറ്റീവ് സെൽ ഹാപ്ലോയിഡ് ആണ്, ജനറേറ്റീവ് സെൽ ഹാപ്ലോയിഡ് ആണ്. ഈ ജനറേറ്റീവ് സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 മൈക്രോഗാമീറ്റും അതുമെല്ലാം ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ ജനറേറ്റീവ് സെൽ പ്രൊഡ്യൂസസ് എന്താണ് ജനറേറ്റീവ് സെല്ലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? വെജിറ്റേറ്റീവ് സെൽ അല്ല, ന്യൂ സെല്ലാർ സെൽസ് അല്ല. ന്യൂ സെല്ലസ് എന്ന് പറയുന്നത് മെഗാസ്പോർ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽ ആണ്. ആൻറ്റിപോഡൽസ് മെഗാസ്പോറുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന സെല്ലാണ്. സോ ജനറേറ്റീവ് സെൽ ഈസ് പ്രൊഡ്യൂസിങ് വാട്ട്? മൈക്രോഗാമീറ്റ്സ്. മെയിൽ ഗാമീറ്റ്സിനെയാണ് മൈക്രോഗാമീറ്റ്സ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് വൺ. മെഗാസ്പൊറാൻജിയം ഈസ് ആക്ച്വലി, എന്താണ് മെഗാസ്പൊറാൻജിയം? സ്പൊറാൻജിയം മീൻസ് ഏത് സ്ട്രക്ചറിൽ നിന്നാണോ സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ദ സ്പോർ ഫോമിംഗ് സ്ട്രക്ചർ, അതിനാണ് നമ്മൾ എന്ത് പേര് പറയുക? സ്പൊറാൻജിയം എന്ന് പറയുക. സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ ഈസ് കോൾഡ് സ്പൊറാൻജിയം. മൈക്രോസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനപ്പോൾ മൈക്രോസ്പൊറാൻജിയം എന്നും, മെഗാസ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിന് മെഗാസ്പൊറാൻജിയം എന്നും പറയും. നോക്കൂ, ആൻജിയോസ്പേംസിൽ മെഗാസ്പൊറാൻജിയം എന്ന് പറയുന്നത് ആക്ച്വലി ഓവ്യൂളിനെയാണ്. സോ ഓവ്യൂളിൻ്റെ അകത്തു നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? മെഗാസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ദ മെഗാസ്പോർ ഈസ് അതർവൈസ് കോൾഡ് എംബ്രിയോ സാക്ക് എന്ന് പറയും. So embryo sac is produced inside the ovule. Embryo sac is the megaspore. So megaspore producing structure എന്ന് പറയുന്ന പേരാണ് മെഗാസ്പൊറാൻജിയം. So megasporangium is nothing but ovule. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്യൂണിക്കിൾ is a stalk seen in between. ഫ്യൂണിക്കിളിന്റെ ലൊക്കേഷൻ ആണ് ചോദിച്ചിരിക്കുക. നോക്കൂ, ഓവറിക്കകത്ത്, സപ്പോസ് ഇത് ഓവറിയാന്ന് വിചാരിക്കുക, ഓവറിക്കകത്താണ് ഓവ്യൂൾ കാണുക. ദിസ് ഈസ് ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ ഈസ് ദ സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ. ഇനി ഈ ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന സ്റ്റോക്ക് ഓവറി വാളുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്തുണ്ടാവുന്ന കുഷൻ ലൈക്ക് സ്ട്രക്ചറിനാണ് പ്ലാസെൻഡ എന്ന് പറയുക. ദിസ് ഈസ് കോൾഡ് പ്ലാസെൻഡ. സോ ദിസ് സ്റ്റോക്ക് ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. ദിസ് ഈസ് കോൾഡ് ഓവ്യൂൾ. This is the ovary. ഓവറിയുടെ വോളാണിത്. ഇനി ഈ ഫ്യൂണിക്കിൾ ഓവ്യൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ പോയിന്റിന് പറയുന്ന പേര് ഹൈലം എന്ന്. അപ്പോൾ ഓവ്യൂളിന്റെ ബേസൽ പോർഷൻ ആണ് ഇത്. ദ ബേസ് ഓഫ് ദ ഓവ്യൂൾ, അതിന് പറയുന്ന പേര് ചലാസ എന്നാണ്. The base of the ovule is called chalaza. These are the points. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ, ഫ്യൂണിക്കിൾ ഈസ് എ സ്റ്റോക്ക് സീൻ ഇൻ ബിറ്റ്വീൻ. ഫ്യൂണിക്കിൾ കാണുന്നത് ഏതിൻ്റെയൊക്കെ ഇടയ്ക്കാണ്? ഓവ്യൂൾ ആൻഡ് ഓവറി വോൾ, ഓവറി വോൾ ആൻഡ് സീഡ് കോട്ട്, ഓവ്യൂൾ ആൻഡ് പ്ലാസെൻഡ, ഓവറി വോൾ ആൻഡ് പ്ലാസെൻഡ. നമുക്ക് ഇവിടെ ഓവ്യൂളിനും ഓവറി വോളിനും ഇടയ്ക്ക് കാണുന്ന സ്ട്രക്ചർ തന്നെയാണ് എന്ത്? ഫ്യൂണിക്കിൾ. ശരിയാണ്. ഓവറി വോളിൻ്റെയും സീഡ് കോട്ടിൻ്റെയും, അതായത് ഓവ്യൂളാണ് സീഡായിട്ട് മാറുക, ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻറ്റ്സ് ആണ് സീഡ് കോട്ടായിട്ട് മാറുക. അതുകൊണ്ട് അത് തെറ്റാണ്. ഓവ്യൂൾ ആൻഡ് പ്ലാസെൻഡ, ഓവ്യൂളിനും പ്ലാസെൻഡയ്ക്കും ഇടയ്ക്കുള്ള സ്ട്രക്ചറാണ് ഫ്യൂണിക്കിൾ. ദാറ്റ് ഓൾസോ ഈസ് കറക്റ്റ്. ഓവറി വോൾ ആൻഡ് പ്ലാസെൻഡ അല്ല. അപ്പം നോക്കൂ, ഇവിടെ ഓവ്യൂൾ ആൻഡ് ഓവറി വോൾ, ആ കണക്ഷൻ പ്ലാസെൻഡ എന്ന് പറയാം. ഓവ്യൂൾ ആൻഡ് പ്ലാസെൻഡ അത് നമുക്ക് പറയാം. പക്ഷെ കൂടുതൽ ശരി എന്താണ്? ഫ്യൂണിക്കിൾ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ഇരിക്കുന്ന പ്ലാസെൻഡയിലാണ്, പ്ലാസെൻഡ അറ്റാച്ച് ഇരിക്കുന്ന ഓവറി വോളിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഏതാണ്? സി ഈസ് മോർ കറക്റ്റ്. ഓക്കെ, സോ ഫ്യൂണിക്കിൾ ഈസ് സീൻ ഇൻ ബിറ്റ്വീൻ ദ ഓവ്യൂൾ ആൻഡ് പ്ലാസെൻഡ. പ്ലാസെൻഡ കണക്ട് ടു ഓവറി വോൾ. നെക്സ്റ്റ് വൺ, സൈനർജിഡ്സ് ആൻഡ് ആൻറ്റിപോഡൽസ് ആർ ഓൾവേസ്. എംബ്രിയോ സാക്കിൽ കാണുന്ന സെൽസ് ആണ് സൈനർജിഡ്സും ആൻറ്റിപോഡൽസും. നോക്കൂ, ഇത് എംബ്രിയോ സാക്കാണെന്ന് വിചാരിക്കുക. എംബ്രിയോ സാക്കിൻ്റെ ബേസൽ പോർഷൻ നമ്മൾ പറയുന്ന പേര് ചലാസ എന്നാണ്.
ഓപ്പോസിറ്റ് പോളിലാണ് ഓപ്പണിംഗ് കാണുക, മൈക്രോപൈൽ കാണുക. ദാറ്റ് പോൾ ഈസ് കോൾഡ് മൈക്രോപൈൽ. മൈക്രോപൈലിൻ്റെ അടുത്താണ് ഒരു എഗ് സെല്ലും 2 സൈനർജിഡ്സും കാണുക. ദീസ് ആർ ദ സൈനർജിഡ്സ്. സലാസൽ റീജിയനിൽ കാണുന്ന 3 സെൽസിനാണ് നമ്മൾ എന്ത് പറയുക? ആൻറ്റിപോഡൽസ് എന്ന് പറയുക. ഇനി ഈ എംബ്രിയോ സാക്കിന്റെ നടുക്ക് 2 ന്യൂക്ലിയസ് കാണും. ദീസ് ന്യൂക്ലിയർ ആർ കോൾഡ് പോളാർ ന്യൂക്ലിയൈ. ശരിയാക്കി. സോ ഇതാണ് സൈനർജിഡ്സ്, ഇതാണ് ആൻറ്റിപോഡൽസ്. നോക്കൂ, ഇവിടെ കാണുന്ന എല്ലാ സെൽസും എല്ലാ ന്യൂക്ലിയസും ഹാപ്ലോയിഡാണ്. ഓൾ ആർ ഹാപ്ലോയിഡ്. മാത്രമല്ല, അപ്പോൾ സൈനർജിഡ്സിൽ ഓരോ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. ആൻറ്റിപോഡലിൽ 3 എണ്ണത്തിലും ഓരോ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സൈനർജിഡ്സ് ആർ യൂണിന്യൂക്ലിയേറ്റ് ആണ്. ആൻറ്റിപോഡൽസ് ആർ ഓൾസോ യൂണിന്യൂക്ലിയേറ്റ് ആണ്, പക്ഷെ ഡിപ്ലോയിഡ് അല്ല. യൂണിന്യൂക്ലിയേറ്റ് ആണ്, ഹാപ്ലോയിഡ് ആണ്, ബൈന്യൂക്ലിയേറ്റ് അല്ല. സോ ആൻസർ ഈസ് എന്താണ്? ബി ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഫ്ലോറൽ റിവാർഡ്സ് ആർ പ്രൊവൈഡഡ് ബൈ. പോളിനേഷൻ നടക്കാൻ വേണ്ടി പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യാൻ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സിനെയാണ് ഫ്ലോറൽ റിവാർഡ്സ് എന്ന് പറയുക. നമുക്കറിയാം, പോളിനേറ്റിംഗ് ഏജൻസ് ബയോട്ടിക് പോളിനേറ്റേഴ്സ് ഉണ്ട്, എബയോട്ടിക് പോളിനേറ്റേഴ്സ് ഉണ്ട്. എബയോട്ടിക് പോളിനേറ്റേഴ്സ് ആയിട്ട് വരുന്നത് വിൻഡും വാട്ടറുമാണ്. ബയോട്ടിക് പോളിനേറ്റേഴ്സ് ആണ് ആനിമൽസ്, ഇൻസെക്ട്സ്, ബേർഡ്സ് ഒക്കെ വരിക. അപ്പോൾ റിവാർഡ്സ് ആവശ്യമുള്ള ആർക്കാണ്? അനിമൽസിനാണ്. എബയോട്ടിക് ഏജൻസിന് റിവാർഡ്സ് ആവശ്യമില്ല. അപ്പോൾ അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ മാത്രമേ ഫ്ലോറൽ റിവാർഡ്സ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അതൊന്നാമത്തെ പോയിന്റ്. ഒക്കെ ചോയ്സ് നോക്കുമ്പോൾ അനിമോഫിലസ് പ്ലാന്റ്സ്, ഹൈഡ്രോഫിലസ് പ്ലാന്റ്സ്, അനിമോഫിലസ് വാട്ടർ പ്ലാന്റ്സ്, നൺ ഓഫ് ദ എബോവ്. ഇത് 4ആണ് കൊടുത്തിരിക്കുക. നോക്കൂ, എന്താണ് അനിമോഫിലസ് പ്ലാന്റ്? അനിമോഫിലസ് പ്ലാന്റ് മീൻസ് ദേ ആർ വിൻഡ് പോളിനേറ്റഡ്. അപ്പോൾ പോളിനേറ്റിംഗ് ഏജന്റ് വിൻഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താവശ്യമില്ല? റിവാർഡ്സ് ആവശ്യമില്ല. അനിമോഫിലസ് പ്ലാന്റ് വാട്ടർ പ്ലാന്റ് ആയിക്കൊള്ളട്ടെ, ലാൻഡ് പ്ലാന്റ് ആയിക്കൊള്ളട്ടെ, if the plant is animophilous, that means wind pollinated, there is no need of floral rewards. ഇനി ഹൈഡ്രോഫിലസ് പ്ലാന്റ്. വാട്ട് ഈസ് എ ഹൈഡ്രോഫിലസ് പ്ലാന്റ്? അവിടെ ഹൈഡ്രോഫിലി മീൻസ് പോളിനേഷൻ ബൈ വാട്ടർ അല്ലേ. അപ്പോൾ വാട്ടറും ഏബയോട്ടിക് ഫാക്ടർ ആയതുകൊണ്ട് അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? റിവാർഡ്സിൻ്റെ ആവശ്യമില്ല. സോ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രോഫിലസ് പ്ലാന്റ്സ് ഓൾസോ ഫ്ലോറൽ റിവാർഡ്സ് ആർ നോട്ട് നീഡഡ്. അപ്പോൾ ഫ്ലോറൽ റിവാർഡ്സ് ആവശ്യമായിട്ട് വരുന്ന ആർക്കായിരിക്കും? എക്കല്ല, ബിക്കല്ല, സിക്കല്ല അല്ലേ. ഫ്ലോറൽ റിവാർഡ്സ് ആവശ്യമായിട്ട് വരുന്നത് സൂഫിലസ് പ്ലാന്റ്സിനാണ്, അതായത് അനിമൽ പോളിനേറ്റഡ് പ്ലാന്റ്സിനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? രണ്ടാമത്തെ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is possible in monoecious plants with unisexual flowers? ഇവിടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ടേംസ് വരുന്നുണ്ട്. മൊണീഷ്യസ്, ഡയീഷ്യസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. യൂണിസെക്ച്വൽ, ബൈസെക്ച്വൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? യൂണിസെക്ച്വൽ, ബൈസെക്ച്വൽ, യൂണിസെക്ച്വൽ, ബൈസെക്ച്വൽ എന്ന് പറയുന്ന 2 ടേംസ്, ഇത് രണ്ടും ഫ്ലവേഴ്സിനെ കുറിക്കുന്നതാണെന്ന് വിചാരിക്കാം. ഫ്ലവേഴ്സിനെ കുറിക്കുന്ന മൊണീഷ്യസ്, ഡയീഷ്യസ്, ഇത് രണ്ടും ഫ്ലവേഴ്സിനെ കുറിക്കുന്നതല്ല, പ്ലാന്റ്സിനെ കുറിക്കുന്നതാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെ മനസ്സിലാക്കണം. ഇനി എന്താണ് യൂണിസെക്ച്വൽ ഫ്ലവർ? യൂണിസെക്ച്വൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ആ ഫ്ലവറിൽ, ഇതൊരു ഫ്ലവറാണെന്ന് വിചാരിക്കുക, ഈ ഫ്ലവറിൽ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ വേറൊരു ഫ്ലവർ, ആ ഫ്ലവറിൽ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഇവിടെ ആൻഡ്രീഷ്യം മാത്രമേ ഉള്ളൂ, ഗൈനീഷ്യം ഇല്ല. ഇവിടെ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ, ആൻഡ്രീഷ്യം ഇല്ല. സോ ദാറ്റ് ഫ്ലവേഴ്സ് ആർ കോൾഡ് യൂണിസെക്ച്വൽ ഫ്ലവേഴ്സ്. മെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ, അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ, പിസ്റ്റുലേറ്റ് ഫ്ലവർ. ഇനി വാട്ട് ഈസ് എ ബൈസെക്ച്വൽ ഫ്ലവർ? ഇൻ ദ കേസ് ഓഫ് ബൈസെക്ച്വൽ ഫ്ലവർ ആൻഡ്രീഷ്യവും കാണും, ഗൈനീഷ്യവും കാണും. മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ്, സോ ദാറ്റ് ഫ്ലവർ ഈസ് കോൾഡ് ബൈസെക്ച്വൽ ഫ്ലവർ. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റായി യൂണിസെക്ച്വൽ, ബൈസെക്ച്വൽ, അത് ഫ്ലവേഴ്സിനെ കുറിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, മൊണീഷ്യസ്, ഡയീഷ്യസ്. 2 തരം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ് സെപ്പറേറ്റ് ആണെങ്കിൽ ദർ കണ്ടീഷൻ ഈസ് കോൾഡ് ഡയീഷ്യസ്. ഒരു തരം പ്ലാന്റേ ഉള്ളൂ, അതിന് പറയുന്ന പേരാണ് മൊണീഷ്യസ്. അപ്പോൾ ഫ്ലവേഴ്സ് ഏതൊക്കെ വരാം? നോക്കൂ, ഇതൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ഈ പ്ലാന്റിൽ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം ബൈസെക്ച്വൽ ആണ്. ആൻഡ്രീഷ്യമുണ്ട്, ഗൈനീഷ്യമുണ്ട്.
സോ ഒരു തരം പ്ലാന്റേ ഉള്ളൂ, മൊണീഷ്യസ് പ്ലാന്റ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവർ. ഇനി അടുത്ത ഒരു മൊണീഷ്യസ് പ്ലാന്റ് നോക്കുക. ഇവിടെ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം യൂണിസെക്ഷൽ ആണ്, പക്ഷെ മെയിൽ ഫ്ലവറും ഉണ്ട്, ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ ദ സെയിം പ്ലാന്റ്. അവിടെയും ഒരു തരം പ്ലാന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൊണീഷ്യസ് പറയാൻ പറ്റും. സോ ദ ഫസ്റ്റ് വൺ ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ് വിത്ത് ബൈസെക്ഷൽ ഫ്ലവർ. സെക്കൻഡ് വൺ ഈസ് എ മൊണീഷ്യസ് പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവർ. ഇനി എന്തായിരിക്കും ഡൈഷ്യസ് പ്ലാന്റ്? ഡൈഷ്യസ് പ്ലാന്റിൽ ഒരു പ്ലാന്റിൽ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം മെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും, അടുത്ത പ്ലാന്റിൽ കാണുന്ന ഫ്ലവേഴ്സ് എല്ലാം ഫീമെയിൽ ഫ്ലവേഴ്സ് ആയിരിക്കും. കേട്ടോ? So this plant is having only male flowers and this plant is having only female flowers. So two types of plants are there. So that condition is called dioecious. അപ്പോൾ നോക്കൂ, ഈ പ്ലാന്റ് മൊണീഷ്യസ് ആണ്, ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്. ഈ പ്ലാന്റ് മൊണീഷ്യസ് ആണ്, ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണ്. ഈ പ്ലാന്റ് ഡയോഷ്യസ് ആണ്, ഫ്ലവേഴ്സ് എന്താണ്? യൂണിസെക്ഷൽ ആണ്. ഓക്കെ, ഇത് ഇത്രയും ആദ്യം മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം, വിച്ച് among the following is possible in monoecious plants with unisexual flowers? അപ്പോൾ പ്ലാന്റ് മൊണീഷ്യസ് ആണ്, ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണെങ്കിൽ ഈ രണ്ടാമത്തെ കേസ് അല്ലേ? ഇതാണ് രണ്ടാമത്തെ കേസ് അല്ലേ? അപ്പോൾ നോക്കൂ, ഞാൻ ആ രണ്ടാമത്തെ കേസ് ഒന്നുകൂടെ ഇവിടെ വരയ്ക്കാം, വലുതായിട്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് ദ പ്ലാന്റ്. സോ ഈ പ്ലാന്റിൽ ഒരു പ്ലാന്റ് മെയിൽ, ഒരു ഫ്ലവർ മെയിൽ ഫ്ലവർ ആണ്, അടുത്ത ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. സോ ഇവിടെ ഒരിക്കലും എന്ത് നടക്കത്തില്ല? ഓട്ടോഗമി നടക്കത്തില്ല. ഓട്ടോഗമി ടേക്ക് പ്ലേസ് വിത്തിൻ എ ഫ്ലവർ അല്ലേ? അപ്പോൾ ഒരിക്കലും ഓട്ടോഗമി നടക്കത്തില്ല. പക്ഷെ ഇവിടെ ഗെയ്റ്റ്നോഗമി നടക്കാമല്ലോ. മെയിൽ പ്ലാന്റിൽ നിന്നും പോളൻ ഗ്രെയിൻസ് ഫീമെയിൽ പ്ലാന്റിലോട്ട് വരാമല്ലോ. സോ ഗെയ്റ്റ്നോഗമി ഈസ് പോസിബിൾ. അപ്പോൾ ഓട്ടോഗമി പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ എ ചോയ്സ് നമുക്ക് വെട്ടിക്കളയാം, സി ചോയ്സും വെട്ടിക്കളയാം അല്ലേ? അപ്പോൾ ഇവിടെ ഗെയ്റ്റ്നോഗമി നടക്കും, ഗെയ്റ്റ്നോഗമി ഈസ് പോസിബിൾ. ഇവിടെയും ഗെയ്റ്റ്നോഗമി ഉണ്ട്, ഗെയ്റ്റ്നോഗമി പോസിബിൾ. ഇനി ഇതേപോലുള്ള ഒരു മറ്റൊരു പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇവിടെ വരാമല്ലോ. അങ്ങനെ വന്നാൽ ഞാൻ എന്ത് പേര് പറയാം? സീനോഗമി എന്നല്ലേ? അപ്പോൾ ഇവിടെ ഗെയ്റ്റ്നോഗമി മാത്രമല്ല, ഗെയ്റ്റ്നോഗമി ഈസ് പോസിബിൾ, സീനോഗമി ഈസ് പോസിബിൾ. സോ വാട്ട് വിൽ ബി ദ മോർ കറക്റ്റ് ചോയ്സ്? ഡി വിൽ ബി ദ മോർ കറക്റ്റ് ചോയ്സ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, മൊണീഷ്യസ് പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇവിടെ ഓട്ടോഗമി നടക്കത്തില്ല, ഗെയ്റ്റ്നോഗമി നടക്കും, സീനോഗമി നടക്കും. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 10, ക്ലീസ്റ്റോഗമി പ്രൊമോട്ട്സ്. നമ്മൾ ആ ചാപ്റ്ററിൽ രണ്ട് തരം ഫ്ലവേഴ്സിനെ കുറിച്ച് പഠിക്കും. ഒന്ന് ബ്ലൂം ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ്. സോ ദാറ്റ് മീൻസ് ദ ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ വിൽ ബി എക്സ്പോസ്ഡ്. സോ ദിസ് ഫ്ലവർ വിൽ ബി ഓപ്പണിംഗ് അപ്പ്. ദ ഓപ്പണിംഗ് ടൈപ്പ് ഓഫ് ഫ്ലവർ, ഇതിന് പറയുന്ന പേരെന്താ? ദിസ് കൈൻഡ് ഓഫ് ഫ്ലവർ ഈസ് കോൾഡ് ചാസ്മോഗാമസ്. ഈ ചില പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഓപ്പൺ ചെയ്യത്തില്ല, കൺസീൽഡ് ആയിരിക്കും. That means the anthers and stigma remain inside. The flower will not open up. And that kind of condition is called cleistogamy or cleistogamy. So open type of flowers are called chasmogamy. Closed type of flowers are called cleistogamy. അപ്പോൾ നോക്കൂ, ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എപ്പോഴും ബൈസെക്ഷൽ ആയിരിക്കും. കാരണം ആംബീഷ്യവും ഗൈനീഷ്യവും കാണും. മാത്രമല്ല പുറമേ നിന്നുള്ള ഒരു പോളൻ ഗ്രെയിൻ ഇവിടെ വരാൻ പറ്റത്തില്ല. ദ വൺ ആൻഡ് ദ ഓൺലി പോസിബിലിറ്റി ഈസ് എന്താണ്? ഓട്ടോഗമി. അപ്പോൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഡാഷ് ആൻഡ് ഡാഷ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ബൈസെക്ഷൽ, ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലീസ്റ്റോഗാമി പ്രൊമോട്ട്സ് എന്താ ആൻസർ പറയാം? ഓട്ടോഗമി അലോൺ അല്ലേ? ഗെയ്റ്റ്നോഗമി നടക്കില്ല, ഓട്ടോഗമി ആൻഡ് ഗെയ്റ്റ്നോഗമി നടക്കില്ല, ഗെയ്റ്റ്നോഗമി ആൻഡ് സീനോഗമി നടക്കില്ല. കാരണം പുറമേ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഒന്നും അവിടെ എത്തത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11, എമാസ്കുലേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. എമാസ്കുലേഷൻ കൺവേഴ്സ്. ചോയ്സ് വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് എമാസ്കുലേഷൻ എന്താണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പോയിന്റിൽ ടോപ്പിക്കിൽ പിന്നെ ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ആന്തേഴ്സ് മെച്യൂർ ആകുന്നതിന് മുമ്പ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എമാസ്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ നോക്കുക, ഇതൊരു ബൈസെക്ഷൽ ഫ്ലവറാണ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ ആന്തേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നു, ഗൈനീഷ്യ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആന്തേഴ്സ് മെച്യൂർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ആന്തേഴ്സിനെ കട്ട് ചെയ്യുന്നു. ആന്തേഴ്സ് ആർ റിമൂവ്ഡ്. ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നു, മാസ്കുലിൻ ക്യാരക്ടേഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? അതുകൊണ്ടാണ് ആ പ്രോസസ് എന്ത് പറയുക? ഇമാസ്കുലേഷൻ, റിമൂവൽ ഓഫ് മാസ്കുലിൻ ക്യാരക്ടർ. അപ്പോൾ ഇമാസ്കുലേഷൻ ഒരു ഫ്ലവറിൽ നടത്തുമ്പോൾ ഓൾറെഡി ആ ഫ്ലവർ എന്തായിരുന്നു? ദാറ്റ് ഫ്ലവർ ഈസ് ആക്ച്വലി എ ബൈസെക്ഷൽ ഫ്ലവർ അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇനി ഇമാസ്കുലേഷൻ നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ബൈസെക്ഷൽ ഫ്ലവർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. യൂണിസെക്ഷൽ വിച്ച് ഫ്ലവർ ആണ്? ഇവിടെ ഫീമെയിൽ പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. സോ യൂണിസെക്ഷൽ
ഫീമെയിൽ ഫ്ലവർ അല്ലെങ്കിൽ യൂണിസെക്ഷൽ പിസ്റ്റുലേറ്റ് ഫ്ലവർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. എമാസ്കുലേഷൻ കൺവേർട്സ് എ ബൈസെക്ഷൽ ഫ്ലവർ ഇൻറ്റു എ ഫീമെയിൽ ഫ്ലവർ. ശരിയല്ലേ? ശരിയാണ്. ബൈസെക്ഷൽ ഫ്ലവർ ഇൻറ്റു എ മെയിൽ ഫ്ലവർ അല്ല, യൂണിസെക്ഷൽ ഫ്ലവറിലല്ല നടത്തുക, യൂണിസെക്ഷൽ ആൻസർ ആവും. സോ എമാസ്കുലേഷൻ ഈസ് കൺവേർഷൻ ഓഫ് എ ബൈസെക്ഷൽ ഫ്ലവർ ഇൻറ്റു എ ഫീമെയിൽ ഫ്ലവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തമ്മിലാണ് ക്രോസിംഗ് പോളിനേഷൻ നടത്തുക. ഇവിടെ 3 ടെക്നോളജീസാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ഒന്ന് ഇമാസ്കുലേഷൻ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് ചെയ്തതാണ് എന്താണ് ഇമാസ്കുലേഷൻ. അത് കഴിഞ്ഞാൽ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ കവർ ചെയ്യും, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ് ബാഗിങ്. ബാഗ് ചെയ്ത ഫ്ലവറിലെ ഫീമെയിൽ പാർട്ട് മെച്ചുർ ആകുന്നതിന് ശേഷം ആ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഡിസൈറബിൾ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ ഡസ്റ്റ് ചെയ്യും. Even after dusting, the flower will be again covered by a bag. So that process is called എന്താണ് rebagging. അപ്പോൾ കറക്റ്റ് പ്രോസസ് ഓഫ് ഇവൻറ്റ്സ്, ഓർഡർ ഓഫ് ഇവൻറ്റ്സ് എന്തായിരിക്കും? ഇമാസ്കുലേഷൻ, ബാഗിങ്, റീബാഗിങ്. ബാഗിങ് അല്ല ആദ്യം ഇമാസ്കുലേഷൻ ആണ്. രണ്ട് കളയാം. രണ്ട് ഇമാസ്കുലേഷൻ ആണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് റീബാഗിങ് അല്ല, ബാഗിങ് ആണ്. സോ ആൻസർ എന്താണ്? ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ ബട്ട് ഇക്കോളജിക്കലി ക്രോസ് പോളിനേഷൻ. നോക്കൂ, നമ്മളൊരു പ്ലാന്റ് വരയ്ക്കുകയാണ്. ആ പ്ലാന്റിലെ 2 തരം ഫ്ലവേഴ്സ്. ഇതൊരു മെയിൽ ഫ്ലവറാണെന്ന് വിചാരിക്കുക, ഇതൊരു ഫീമെയിൽ ഫ്ലവറാണെന്ന് വിചാരിക്കുക. ഓക്കെ, 2 ബൈസെക്ഷലും ആവാം. ഇത് 2 ബൈസെക്ഷൽ ആണെന്ന് വേണമെങ്കിൽ വരയ്ക്കാം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വീഴുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഓട്ടോഗമി എന്നല്ലേ? ഇവിടെയുള്ള പോളൻ ഗ്രെയിൻസ് അതേ സ്റ്റിഗ്മയിൽ വീഴുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേര് ഓട്ടോഗമി ആണല്ലോ. ഇനി ഇവിടെയുള്ള പോളൻ ഗ്രെയിൻസ് ഇവിടെയുള്ള സ്റ്റിഗ്മയിൽ വീഴുകയാണെങ്കിൽ അല്ലേ നമ്മൾ എന്ത് പറയുള്ളൂ? ഗെയ്റ്റ്നോഗമി എന്ന് പറയുള്ളൂ അല്ലേ? ദ പോളിനേഷൻ ബിറ്റ്വീൻ 2 ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ഈസ് കോൾഡ് ഗെയ്റ്റ്നോഗമി. അപ്പോൾ നോക്കൂ, ഇത് ഒരേ പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ ജനറ്റിക്സ് സെയിം ആണ്. പക്ഷേ ഇക്കോളജിക്കലി നോക്കുമ്പോൾ അതൊരു ഫോറിൻ പോളൻ ഗ്രെയിൻ വന്നതുപോലെയല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയ്റ്റ്നോഗമിയെക്കുറിച്ച് നമ്മൾ റെഫർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ജനറ്റിക്കലി സെൽഫ് പോളിനേഷൻ, ഒരേ പ്ലാന്റ് തമ്മിലാണ്. ബട്ട് ഇക്കോളജിക്കലി ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി എ ക്രോസ് പോളിനേഷൻ. സോ ആൻസർ ചാസ്മോഗമി, ക്ലീസ്റ്റോഗമി അല്ല, ഓട്ടോഗമി അല്ല, എന്താണ്? ഗെയ്റ്റ്നോഗമി. ഡി ഈസ് എ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻഡോസ്പേം ഈസ് സെല്ലുലാർ ഇൻ ടെൻഡർ കോക്കനട്ട് വാട്ടർ, കോക്കനട്ട് കേർണൽ, കോക്കനട്ട് ഷെൽ, കോക്കനട്ട് എംബ്രിയോ. നമുക്കറിയാം സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറാനായിട്ടുള്ള ഫുഡ് മെറ്റീരിയലാണ് എൻഡോസ്പേം. നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ 2 പ്രോഡക്റ്റുകളാണ് ഉണ്ടാവുക. ബൈ ഡബിൾ ഫെർട്ടിലൈസേഷൻ, 1 പ്രോഡക്റ്റ് ഈസ് കോൾഡ് സൈഗോട്ട്, അനദർ പ്രോഡക്റ്റ് ഈസ് കോൾഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിരിക്കും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ സൈഗോട്ടാണ് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറേണ്ടത്? ദ സൈഗോട്ട് മസ്റ്റ് ഡെവലപ്പ് ഇൻടു എ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ കോൾഡ് എംബ്രിയോ. അപ്പോൾ യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈഗോട്ട് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ് ആവശ്യമാണ്. ആ ഫുഡായിട്ട് വരുന്നത് എന്താണ്? എൻഡോസ്പേം ആണ്. ഫുഡ് മെറ്റീരിയൽ ഈസ് കോൾഡ് എൻഡോസ്പേം. അത് ട്രിപ്ലോയിഡ് ആണ്. ഈ എൻഡോസ്പേം ഫോം ചെയ്യുന്ന എവിടെ നിന്നാണ്? പെണ്ണിൽ നിന്നാണ്. പക്ഷേ എൻഡോസ്പേം ഫോർമേഷനിൽ നമ്മൾ 2 സ്റ്റേജുകളാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുക. ഒന്ന് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം, 2 സെല്ലുലാർ എൻഡോസ്പേം. ന്യൂക്ലിയസ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന കണ്ടീഷനെയാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുക. ആ ഓരോ ന്യൂക്ലിയസും സെൽസ് ആയിട്ട് കോമ്പാക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ദറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ എംബ്രിയോ. അപ്പോൾ ഇവിടെ നോക്കൂ, എൻഡോസ്പേം ഈ സെല്ലുലാർ ഇൻ ടെൻഡർ കോക്കനട്ട് വാട്ടറിൽ കാണുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും കോക്കനട്ട് കെർണലിൽ കാണുന്നത് സെല്ലുലാർ എൻഡോസ്പേമുമാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ചോയ്സ് ബി. ക്വസ്റ്റ്യൻ നമ്പർ 15. The sheet which encloses root apex. എംബ്രിയോണൽ ആക്സിസ് നോക്കുമ്പോൾ എംബ്രിയോണൽ ആക്സിസിൽ 2 പാർട്ടുണ്ട്, എപ്പികോട്ടൈൽ ആൻഡ് ഹൈപ്പോകോട്ടൈൽ അല്ലേ? എപ്പികോട്ടൈലിൻ്റെ ടിപ്പിന് പറയുന്ന പേര് പ്ലൂമ്യൂൾ എന്നാണ്, ഹൈപ്പോകോട്ടൈലിൻ്റെ ടിപ്പിന് പറയുന്ന പേര് റാഡിക്കൽ എന്നാണ്. മോണോകോട്ട് എംബ്രിയോയിൽ
പ്ലൂമ്യൂളിനെ കവർ ചെയ്തിട്ടും റാഡിക്കലിനെ കവർ ചെയ്തിട്ടും ഷീറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും, ചെറിയ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. പ്ലൂമ്യൂളിനെ കവർ ചെയ്ത് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേര് കോളിയോപ്റ്റൈൽ എന്നാണ്. റാഡിക്കലിനെ കവർ ചെയ്ത് കാണുന്ന സ്ട്രക്ചർ എന്ന് പറയുന്ന പേര് കോളിയോറൈസ എന്നാണ്. കോളിയോറൈസ എന്നാണ്. So sheath which encloses root apex, radically നല്ല റൂട്ട് ഡെവലപ്പ് ചെയ്യാം. സോ റൂട്ട് അപ്പെക്സിനെ കവർ ചെയ്യുന്ന സ്ട്രക്ചർ എന്ത് പേര് പറയാം? കോളിയോറൈസ. ഷൂട്ട് അപ്പെക്സിനെ കവർ ചെയ്യുന്നതാണ് കോളിയോപ്റ്റൈൽ. ആ അപ്പെക്സുകൾക്ക് പറയുന്ന പേരാണ് റൂട്ട് അപ്പെക്സിനെ റാഡിക്കൽ എന്നും ഷൂട്ട് അപ്പെക്സിനെ പ്ലൂമ്യൂൾ എന്നും പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പെരിസ്പെർം മീൻസ്, നോക്കൂ, ചില സീഡിൽ ഈ എൻഡോസ്പെർം ബാക്കിയുണ്ടാവും ഡെവലപ്മെന്റിന് ശേഷം. ചില സീഡിൽ ന്യൂസെല്ലസ് ബാക്കിയുണ്ടാവും. ആ ന്യൂസെല്ലസ് ബാക്കിയുണ്ടെങ്കിലാണ് അതിനെന്ത് പേര് കൊടുക്കുക? പെരിസ്പെർം എന്ന് കൊടുക്കുക. നോക്കൂ, ന്യൂസെല്ലസ് എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയുക? ന്യൂസെല്ലസ് എന്ന് പറയുക. ന്യൂസെല്ലസ് ഉപയോഗിച്ചുകൊണ്ടാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുക. ഈ എംബ്രിയോ സാക്കിൻ്റെ അകത്ത് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറാനായിട്ടുള്ള ഫുഡിനാണ് നമ്മൾ എന്ത് പറയുക? എൻഡോസ്പെർം എന്ന് പറയുക. എൻഡോസ്പെർം എന്ന് പറയുക. കേട്ടോ? അപ്പോൾ എംബ്രിയോ ഫോർമേഷൻ ഉള്ള ഫുഡാണ് എൻഡോസ്പെർം. എംബ്രിയോ സാക്ക് ഫോർമേഷൻ, അതായത് മെഗാസ്പോർ, ആ ഫോർമേഷൻ ഉള്ള ഫുഡിനാണ്, നമ്മൾ ഓവിയുടെ അകത്ത് കാണുന്ന ഫുഡിനാണ് ന്യൂസെല്ലസ് എന്ന് പറയുക. അപ്പോൾ ഈ എംബ്രിയോണിക് ബോഡി ഉണ്ടായി സീഡായിട്ട് മാറിക്കഴിഞ്ഞാൽ ചില സീഡ് നോക്കൂ, ആ സീഡിൻ്റെ അകത്ത് എൻഡോസ്പെർം ബാക്കി ഉണ്ടാവും. ദ സീഡ് ഈസ് കോൾഡ് എൻഡോസ്പെർമസ് സീഡ് അല്ലെങ്കിൽ ആൽബുമിനസ് സീഡ്. ചില സീഡിൽ ബാക്കി ഉണ്ടാവത്തില്ല. ചില സീഡിൽ ഈ ന്യൂസെല്ലസ് ബാക്കി ഉണ്ടാവും. അങ്ങനെ റെമിനൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? പെരിസ്പെർം. കിട്ടിയോ? ബ്ലാക്ക് പെപ്പറിലൊക്കെ റെമിനൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ് കാണും. അതിന് എന്താ പറയുക? പെരിസ്പെർം എന്നാണ് പറയുക. സോ പെരിസ്പെർം മീൻസ് പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്. ആൻസർ. അടുത്തത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇൻക്ലൂഡ്. ആൻജിയോസ്പെർംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ദേ ഹാവ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. 2 തരം ഫ്യൂഷൻസ് നടക്കുന്നുണ്ട് അല്ലേ? ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നോക്കൂ, ഒരു മൈക്രോഗ്യാമീറ്റ് ഫ്യൂസസ് വിത്ത് മെഗാഗ്യാമീറ്റ്. മൈക്രോഗ്യാമീറ്റ് മെഗാഗ്യാമീറ്റ് കൂടെ ഫ്യൂസ് ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുക? സൈഗോട്ട് കിട്ടുക. മൈക്രോഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്, മെഗാഗ്യാമീറ്റും ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് തന്നെ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സിംഗമി. This is called syngamy. This is number 1, fertilization number 1. ഇനി 2 പോളാർ ന്യൂക്ലിയൈ 2 ഉണ്ടല്ലോ. ആ 2 പോളാർ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറയും. This is called secondary nucleus. സെക്കൻഡറി ന്യൂക്ലിയസ് ഡിപ്ലോയിഡ് ആണ്, പോളാർ ന്യൂക്ലിയസ് ഹാപ്ലോയിഡ് ആണ്. ഈ സെക്കൻഡറി ന്യൂക്ലിയസിന്റെ കൂടെ രണ്ടാമത്തെ മൈക്രോഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യും. 2 മൈക്രോഗ്യാമീറ്റ് ആണ് പോളൻ ഗ്രെയിൻസ് കാണുക. അത് അതർ മൈക്രോഗ്യാമീറ്റ് ഫ്യൂസസ് വിത്ത് സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പോഴാണ് എന്ത് ഫോം ചെയ്യുക? That will result in the formation of a triploid structure. The structure is called primary endosperm nucleus അല്ലെങ്കിൽ പെൻ എന്ന് പറയും. അപ്പോൾ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പെൻ ട്രിപ്ലോയിഡ് ആണ്. കാരണം 2n+n. ഈ ഫ്യൂഷൻ പറയുന്ന പേര് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. This is called triple fusion. That is fertilization number 2. അപ്പോൾ 2 തരം ഫ്യൂഷൻസ് നടക്കുന്നുണ്ട്. സിംഗമി നടക്കുന്നുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷനിൽ എന്തൊക്കെയുണ്ട്? സിംഗമി ആൻഡ് പ്ലാസ്മോഗമി അല്ല, സിംഗമി ആൻഡ് കാരിയോഗമി അല്ല, പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി അല്ല, സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്താണ് പ്ലാസ്മോഗമി കാരിയോഗമി എന്ന് പറഞ്ഞാൽ അർത്ഥം? Plasmogamy means cytoplasmic fusion, karyogamy means nuclear fusion. Okay. Question number 18. Number of male gametes involved in secondary nucleus formation. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു പോളാർ ന്യൂക്ലിയസ്, ഇത് അടുത്ത പോളാർ ന്യൂക്ലിയസ് എന്ന് വിചാരിക്കുക. എംബ്രിയോസാക്കിൻ്റെ അകത്തുള്ള പോളാർ ന്യൂക്ലിയസ് 2 ഹാപ്ലോയിഡ് അല്ലേ?
ഈ രണ്ട് പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസ് കിട്ടുക. ഈ സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് മൈക്രോഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പെൻ കിട്ടുക, അല്ലേ? അപ്പോൾ സെക്കൻഡറി ന്യൂക്ലിയർ ഫോർമേഷന് വേണ്ടി എത്ര മൈക്രോഗ്യാമീറ്റ് യൂസ് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ഓർ മൈക്രോഗ്യാമീറ്റ്സ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ന്യൂക്ലിയസ്. ഇവിടെ എന്താണ്? ഒരു മൈക്രോഗ്യാമീറ്റ് ഇൻവോൾവ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0. മൈക്രോഗ്യാമീറ്റ്സ് ആർ ഇൻവോൾവ് ഓൺലി ഇൻ 2 പ്രോസസ്സസ്. ഏതൊക്കെയാണ്? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. Microgametes are released into the cytoplasm of ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് പോളൻ ജെർമിനേഷൻ കഴിഞ്ഞ് പോളൻ ട്യൂബ് മൈക്രോപൈലിൽ കൂടെ എംബ്രിയോ സാക്കിൽ കയറും, അല്ലേ? ആ പോളൻ ട്യൂബിൻ്റെ എൻട്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിലിഫോം അപ്പാരറ്റസ് ഒക്കെ കാണുക. അപ്പോൾ പോളൻ ട്യൂബ് മൈക്രോപൈലിൽ കൂടെ എംബ്രിയോ സാക്കിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഇറ്റ് റിലീസസ് ദ മൈക്രോഗാമീറ്റ്സ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് സൈനർജിഡ്സ്. സൈനർജിഡിലാണ് ഈ മൈക്രോഗാമീറ്റിനെ റിസീവ് ചെയ്യുക. ഓക്കെ, സോ മൈക്രോഗാമീറ്റ്സ് ആർ റിലീസ്ഡ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് സൈനർജിഡ്. സൈനർജിഡ്സ് എവിടെയാണ് കാണുക? മൈക്രോപൈലാർ പോളിൽ എക്സെല്ലിനായിട്ട് ചേർന്ന് കാണുന്ന 2 സെൽസിനാണ് സൈനർജിഡ്സ് എന്ന് പറയുക. സൈനർജിഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഫിലിഫോം അപ്പാരറ്റസ് കാണുക. ഓക്കെ, സോ ഹിയർ കം ദ ഓപ്പണിംഗ് കോൾഡ് മൈക്രോപൈൽ. ഇപ്പോൾ പോളൻ ട്യൂബ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോഗ്യാമീറ്റ്സിനെ സൈനർജിഡ്സിൽ റിലീസ് ചെയ്യും. അതിൽ ഒരു മൈക്രോഗ്യാമീറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും, അടുത്ത മൈക്രോഗ്യാമീറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഇതും ഡബിൾ ഫെർട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ പോളാർ ന്യൂക്ലിയസ് ബിക്കം ഡാഷ് ആൻഡ് സെൻട്രൽ സെൽ ബിക്കം ഡാഷ്. നോക്കൂ, നമ്മൾ എംബ്രിയോ സാക്ക് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും പോളാർ ന്യൂക്ലിയസ് കാണുക, അല്ലേ? ഈ 2 പോളാർ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക? സെക്കൻഡറി ന്യൂക്ലിയസ് ഉണ്ടാവുക. ഇവിടെയാണ് എഗ്ഗ് കാണുക, അല്ലേ? അപ്പോൾ ഒരു മൈക്രോഗ്യാമീറ്റ്, ഇത് മൈക്രോഗ്യാമീറ്റാന്ന് വിചാരിക്കുക, ഒരു മൈക്രോഗ്യാമീറ്റ് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യും, അടുത്ത മൈക്രോഗ്യാമീറ്റ് മെഗാഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും, അല്ലേ? ഇതിന് പറയുന്ന പേര് സിംഗമി എന്നും ഈ ഫ്യൂഷന് പറയുന്ന പേര് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ്. അപ്പോൾ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുമ്പോൾ ഇവിടെയാണ് ക്വസ്റ്റ്യൻ. ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ന്യൂക്ലിയസ് എന്തായിട്ട് മാറും? ദ സെക്കൻഡറി ന്യൂക്ലിയസ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻടു എ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ്. ദാറ്റ് ന്യൂക്ലിയസ് ഈസ് കോൾഡ് പെൻ ആണല്ലോ. ഇനി ആന്റിപോഡൽസ് പിന്നെ ഡീജനറേറ്റ് ചെയ്യും, സൈനർജിഡ്സ് ഡീജനറേറ്റ് ചെയ്യും, ഇത് സൈഗോട്ടായിട്ട് മാറും, അല്ലേ? ദിസ് വിൽ ബിക്കം എ ഡിപ്ലോയിഡ് സെൽ. ദാറ്റ് സെൽ ഈസ് കോൾഡ് സൈഗോട്ട്. ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ പേര് സെൻട്രൽ സെൽ എന്നായിരുന്നു. Now, after the double fertilization, the central cell is called primary endosperm cell. ശരിയോ? ന്യൂക്ലിയസിന് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എന്ന് പറയും, ആ സെല്ലിന് പ്രൈമറി എൻഡോസ്പെർം സെൽ എന്ന് പറയും. സോ കറക്റ്റ് ആൻസർ, ആഫ്റ്റർ ട്രിപ്പിൾ ഫ്യൂഷൻ പോളാർ ന്യൂക്ലിയസ് ബിക്കം പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ആൻഡ് സെൻട്രൽ സെൽ ബിക്കം പ്രൈമറി എൻഡോസ്പെർം സെൽ. സോ പെൻ ആൻഡ് പെക്ക്, D will be the correct answer. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്തൊരു ചാപ്റ്ററായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.